അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ദൈവത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുന്ന ദൈവിക പദ്ധതികൾ നാം കാണുകയായിരുന്നു. ആദാമ്യ പാപത്താൽ ദേഹിയിൽ മുറിവുകൾ കൊണ്ട് നിറയപ്പെട്ടവനായി വികാരത്തിലും ഇച്ഛയിലും മനസ്സിലും സമസ്ത മേഖലയിലും മുറിവുകൾ കൊണ്ട് നിറയപ്പെട്ടവനായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവകുലത്തെ ദൈവത്തിലേക്ക് തിരിച്ചു നടത്തേണ്ടവന് രക്ഷാ പദ്ധതിയുമായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മടുവിൽ നാട്ടപ്പെട്ട ക്രൂശിന്മേൽ തകർക്കപ്പെട്ടവനായി, ഉടയപ്പെട്ടവനായി, തല മുതൽ കാൽ വരെ മുറിവേൽക്കപ്പെട്ടവനായി നമ്മുടെ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ട് മരിച്ചു. എന്തിനു വേണ്ടി? നാം അനുഭവിക്കുന്ന സകല മുറിവുകൾക്കും പൊറുതി വരുത്തി നമ്മെ അവനോളം വളർത്തേണ്ടവന് അവൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഈ വെളിപ്പാട് ഏതൊരു വ്യക്തിയുടെ അകത്ത് വരുന്നോ ആ വ്യക്തിയാണ് അവൻ്റെ ദേഹിയിൽ രൂപമാറ്റം സംഭവിക്കുന്നവനായി മാറുന്നവൻ. അവൻ്റെ വികാരത്തിൽ, അവൻ്റെ ഇച്ഛയിൽ, അവൻ്റെ മനസ്സിൽ അവൻ ക്രിസ്തുവിനോളം, ക്രിസ്തു എന്ന തലയോളം അവൻ വളരും. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം അവൻ നിറയും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവൻ വേരൂന്നാൻ തുടങ്ങും. ഇങ്ങനെ വളരുന്നവനെയാണ് ജയാളി എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട സഭയിൽ വരാൻ ജയാളിയാകണ്ട, വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചാൽ നിനക്ക് സഭയിൽ വരാം. സഭയിൽ വന്നാൽ പല ഘടനകളിൽ നിനക്ക് മുന്നേറാം, പല ഘടകങ്ങളിൽ നിനക്ക് മുന്നേറാം. ബൈബിളിലെ സമാപന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിനകത്തുള്ള 22 അധ്യായങ്ങളിൽ ആദ്യത്തെ 1-ാം അധ്യായം പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങളിൽ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതാണ്. ആ ദൂതിൽ 2 സഭകൾക്ക് ഒരു കുറവുള്ളതായിട്ട് ദൈവാത്മ പറയുന്നില്ല, ബാക്കി 5 സഭകൾക്ക് കുറവുള്ളതായി കാണാം. അതിനകത്ത് 6-ാം സഭയായ ഫിലദൽഫിയ സഭയോട് ദൂത് പറഞ്ഞു വരുമ്പോൾ ഒടുവിൽ പറയുകയാണ്, ജയിക്കുന്നവന്. ഈ 7 സഭകളുടെയും ദൂതിന്റെ സമാപനത്തിൽ ദൈവാത്മ പറഞ്ഞ പദമാണ് ജയിക്കുന്നവന് എനിക്ക് ചിലത് കൊടുക്കാനുണ്ട്. അതിൽ സർദീസ് സഭയോട് ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയില്ല. എന്നെ വളരെ പിടിച്ചു നിർത്തിയ ഒരു പദമാണത്. ജയിക്കുന്നവന്റെ പേര് ഞാൻ മായ്ക്കില്ല. അതിന്റെ അർത്ഥം എന്താ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. തോറ്റവന്റെ പേര് മായ്ക്കൂന്ന്. ആരോടാ പറയുന്നത്? സഭയോടെ പറയുന്നത്. നിനക്ക് ജീവൻ എന്ന പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. രക്ഷിക്കപ്പെട്ടവനാ, സ്നാനപ്പെട്ടവനാ, പ്രവൃത്തിയിൽ പെർഫെക്ഷൻ ഇല്ല, പൂർണ്ണതയില്ല. ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന പുസ്തകത്തിൽ മായ്ച്ചു കളയില്ല. അപ്പോൾ തോറ്റവന്റെ പേരോ? അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, മായ്ച്ചു കളയും. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിലോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കിൽ തള്ളിയിടും. ഏതോ ഒരുത്തൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ആളെ വെളിപ്പാട് പുസ്തകം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞത്രേ. AD 70 ന്യായവിധി കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം എഴുതുന്നത് AD 96. അവൻ പറയും AD 68 എഴുതി 70 നിവർത്തിച്ചു കഴിഞ്ഞു. അവന്റെ ഒരു അനുയായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തു. അവൻ പറഞ്ഞ കാര്യമാണ്, AD 70 കർത്താവ് വന്ന് മേഘത്തിൽ വന്ന് പോയി. എന്തൊക്കെ ദുരുപദേശങ്ങളാ പരക്കുന്നത്. ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം പഠിക്കാത്ത ഒരു വിശ്വാസി തലകുത്തി വീഴാനുള്ള സകലവിധമാകുന്ന പഠിപ്പിക്കലുകളും രംഗത്ത് വരുന്ന ഈ കാലഘട്ടത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകുന്ന ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുന്നു. ഞാൻ ഇതൊരു എപ്പിസോഡാകിയാൽ അതിനകത്ത് ഞാൻ എല്ലാ കാര്യവും കൂടെ പറയുന്നില്ല. അന്ത്യന്യായവിധി കഴിഞ്ഞു.
ഇനി ശിക്ഷാവിധിയും ഇല്ല, ന്യായവിധിയും ഇല്ല. ഈ ഭൂമിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഭൂമിയിൽ നേരിട്ട് കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. യൂണിവേഴ്സലിസം, എല്ലാവരും ദൈവത്തിന്റെ മക്കളായത്രേ. ഇല്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുക്കുന്ന ബൈബിൾ പറയുന്നത്. യേശുവിന്റെ ക്രൂശമരണത്തോടെ ഭൂമിയിലെ എല്ലാവരും മക്കളായിട്ടില്ല. അതാര് പറഞ്ഞാലും ആവുകയില്ല. സകല മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയ രക്തം കർത്താവ് ചൊരിഞ്ഞു. പക്ഷെ നീ വിശ്വസിച്ചാൽ നിനക്ക് മകനാകാം. അതും പുത്രൻ എന്ന പദവിയിലുള്ള വളർച്ചയുണ്ട്. ടെക്നോൺ, ശിശു എന്ന അവസ്ഥയിലാകുന്നു യേശുവിനെ സ്വീകരിക്കുമ്പോൾ വളർച്ചയുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം, ജയിക്കുന്നവന് 3 കാര്യങ്ങൾ കൊടുക്കുന്നതിനോട് പറയുന്നു. പക്ഷേ അവനെ നോക്കിയാൽ 4 അതിവിശിഷ്ട ഗണങ്ങൾ അവനുണ്ട്. ഒന്ന്, അവന്റെ പ്രത്യേകത, അവൻ പ്രവർത്തിക്കുന്ന സഭയാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒരു കുഴപ്പം കർത്താവിന് പറയാനില്ല. എന്നാൽ എഫെസോസ് സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ അവൻ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നില്ല. ഏത് സഭ? എഫെസോസ് സഭ. അപ്പൊ ആദ്യത്തെ പ്രവൃത്തി ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം നിന്റെ പ്രവൃത്തി ഇപ്പൊ ശരിയല്ലമ്മ. സർദീസ് സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ പ്രവൃത്തി ഞാൻ പൂർണ്ണമായി കണ്ടില്ല. അവൻ എന്തൊക്കെ കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കർത്താവിന്റെ ജീവനാലല്ല, ദൈവസ്നേഹത്തിലല്ല, ആത്മാവിനാലല്ല. 2 സഭകളുടെ പ്രവൃത്തിക്ക് പ്രശ്നമുള്ളതായി ദൈവാത്മ പറയുമ്പോൾ ഇവരോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒരു കുഴപ്പം കർത്താവ് പറയുന്നില്ല. അതിന്റെ അർത്ഥം അത്യാവശ്യം ഭംഗിയായി അവൻ ദൈവരായത്തോണ്ട് നിൽക്കുകയും സമൂഹത്തോട് ഇടപെടുകയും ചെയ്യുന്ന സൽപ്രവൃത്തിയും നീതിപ്രവൃത്തികളും ഒരുപോലെ വെളിപ്പെടുത്തുന്ന സഭയാണ് ഫിലദൽഫിയ സഭ. 1. 2, അവിടെ പറഞ്ഞ അടുത്ത അതിപ്രധാനമായ രസം, അവർ വചനം കാത്ത സഭയാണ്. അങ്ങനെ തന്നെയാണ് നമുക്കതിന്റെ 8ാം വാക്യത്തിൽ കാണുന്നത്. ഞാൻ നിന്റെ മുന്നിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുണ്ടെങ്കിലും നീ എന്റെ വചനം കാത്തു. അപ്പോൾ ഈ സഭയുടെ പ്രത്യേകത, അവർ വചനം കാത്തവരാണ്. അല്പ ശക്തിയുള്ളൂ, വലിയ കഴിവൊന്നുമില്ല, വലിയ പ്രാപ്തിയൊന്നുമില്ല, വലിയ ബന്ധമൊന്നുമില്ല, ലോകത്തെല്ലാവരുമായിട്ട് കണക്ഷനൊന്നുമില്ല. പക്ഷേ അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഉള്ളത് വെച്ച് വചനം കാത്തവരാ. ഇപ്പത്തെ കാലഘട്ടത്തിന്റെ പോക്കറിയണോ? ആർക്കും വചനമൊന്നും വേണ്ട. ആർക്കും വചനം കേൾക്കുന്ന ഇഷ്ടമല്ല. വചനത്തോട് താല്പര്യമില്ലാതെ, വചനത്തോട് അഗണ്യത കാണിക്കുന്ന, വചനത്തോട് അവഗണന കാണിക്കുന്ന ഒരു കാലഘട്ടമായി ഒരു കൂട്ടർ മാറ്റിവെക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് എനിക്കറിയാം നല്ലൊരു കൂട്ടം ചെറുപ്പക്കാർ, നല്ലൊരു കൂട്ടം വിശ്വാസികൾ വചനം പഠിക്കാൻ കൊതിയോടെ രംഗത്ത് വരുന്നൊരു കാലഘട്ടം. എനിക്ക് ബദൽ ബൈബിൾ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ഏകദേശം 300 ചില്ലാൻ സഹോദരന്മാർ അവരകത്ത് ബൈബിൾ പഠിക്കുന്നുണ്ട്. ക്രമീകൃതമായി അതിനകത്ത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ പഠിക്കാൻ വേണ്ടി ജനം ഒഴുകുന്ന ഒരു കാലഘട്ടം. ശ്രദ്ധിക്കൂ, വചനം കാക്കുന്നവർക്ക് വേണ്ടി ദൈവം ആരും അടയ്ക്കാത്ത വാതിൽ തുറക്കുന്നവനാണ്. അവിടെ അങ്ങനെയാണ് നമുക്കതിന്റെ 8ാം വാക്യത്തിൽ കാണുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നീ അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. അപ്പൊ വചനം കാക്കുന്നവർക്ക് വേണ്ടി ദൈവം ആരും അടയ്ക്കാത്ത വാതിൽ തുറക്കും. ദൈവം ഒരു വാതിൽ തുറന്നാൽ ലോകത്താർക്കും അടയ്ക്കാൻ പറ്റിയല്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ ലോകത്താർക്കും തുറക്കാനും പറ്റിയല്ല. അതറിയാവുന്ന ആള് യോനയാ. യോനോട് ചോദിക്കണം, യോനെ ഈ വാക്യം സംബന്ധിച്ച് നിനക്കൊന്നും പറയാനുണ്ടെന്ന് ചോദിച്ചാൽ യോന പറഞ്ഞു, അയ്യോ ഇത്രയും കറക്റ്റായ ഒരു വാക്യം ബൈബിളിൽ അറിയില്ല. ബൈബിൾ എല്ലാ വാക്യം കറക്റ്റാണ്, ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ വരുന്ന രസത്തിന് പറഞ്ഞതാ. യോന പറയേ, ലോകത്താർക്കും അടയ്ക്കാൻ പറ്റുന്ന ഒരു വാവിലായിരുന്നു തിമിംഗലത്തിന്റെ വാവിൽ. എന്നെ കാത്ത് ഞാൻ പോകുന്ന കപ്പലിന്റെ പുറകെ വരുന്ന തിമിംഗലം. ഞാൻ തർശീശിലേക്ക് പോകുന്നു, എന്നോട് പോകാൻ പറഞ്ഞ നിലവിലേക്ക്. ഞാൻ പോയപ്പോൾ ദൈവം വഴി അടച്ചു, ദൈവം വാവിലടച്ചു. നീ പറ്റിയല്ല, തർശീശി പോകാൻ പറ്റിയല്ല. നിന്റെ ബുദ്ധി കൊണ്ട് നീ എവിടെ പോയാലും അത് ദൈവത്തിന്റെ ഹിതം വിട്ടാണോ അവനെ അടയ്ക്കാൻ വേണ്ടി ഇറങ്ങി വരും. അവൻ അടച്ചാൽ ലോകത്തർക്കം തുറക്കാൻ പറ്റിയല്ല. എവിടെ എന്തുണ്ടായേ നമുക്കറിയാം, ചരിത്രമൊക്കെ അറിയാം. അവനെ പിടിച്ച് വെള്ളത്തിൽ ഇടുന്നു. 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ അവൻ അങ്ങനെ സമുദ്രമാണ്. വെള്ളത്തിൽ കിടന്ന് അവൻ മുങ്ങിച്ചതു. കർത്താവ് വിട്ടില്ല, അവനെ നോക്കിയിരിക്കുക തിമിംഗലം. ഞാൻ പറഞ്ഞേ, ആരും അടയ്ക്കാൻ പറ്റാത്ത വാവിൽ
ആർക്കും തുറക്കാൻ പറ്റാത്ത വാതിൽ. ആ വാതിൽ ഇങ്ങനെ ഇരിക്കുക യോനയ്ക്ക് വേണ്ടി. യോന വീഴുന്നു, തിമിംഗലം വിഴുങ്ങുന്നു, വാതിൽ അടയുന്നു. പിന്നെ അവനും കൊണ്ട് പോകും, ഒറ്റ പോക്ക. തിമിംഗലം പറയും 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ നിലവേടെ തീരത്ത്, ഏത് തീരത്താന്ന് എനിക്കറിയില്ല, ഏതായാലും അവനെ ഛർദ്ദിച്ചു. നോക്കൂ, യോന പറയും ഇങ്ങനത്തെ ഒരു വാതിൽ, ഇങ്ങനെ തുറക്കുന്ന ഇങ്ങനെ അടയ്ക്കുന്ന ഒരു ദൈവം വേറെ ഇല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെ വിട്ടു പോകല്ലേ. അവന്റെ വചനത്തിനു വേണ്ടി നിൽക്ക്, അവന്റെ ആത്മാവിന് വിധേയപ്പെട്, ദൈവത്തെ അനുസരിക്ക്, ദൈവാത്മാവിനാൽ ജീവിക്ക്. നിന്റെ ഭാവിയെ സുനിശ്ചിതമാക്കാൻ, നിനക്ക് വേണ്ടത് മുഴുവൻ തുറക്കാൻ ഇത്ര നല്ലൊരു ദൈവം ഉള്ളപ്പം നീ എന്തിനാ ഈ വട്ടം കറങ്ങി നടക്കുന്നത്? നീ എന്തിനാ ഈ ലോകത്തിന്റെ പുറകെ പോകുന്നത്? നീ എന്തിനാ നിന്റെ കഴിവിൽ ആശ്രയിച്ച് ദൈവാശ്രയത്തെ ഇല്ലാതാക്കുന്നത്? നിനക്ക് വേണ്ടി തുറക്കുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ തുറന്നാൽ അവന്റെ മഹത്വത്തിനനുസരിച്ച് തുറക്കും. ലോകത്താർക്കും അത് അടയ്ക്കാനും പറ്റുകയില്ല. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നോക്കൂ, വചനം കാക്കുന്ന സഭ. മൂന്നാമത്, ഈ സഭയുടെ പ്രത്യേകത, അവർ സഹിഷ്ണുവിന്റെ വചനം കാക്കുന്നവരാണ്. നിങ്ങൾ അതിന്റെ 10ാം വാക്യത്തിലേക്ക് വന്നാൽ, സഹിഷ്ണുവിനെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. അപ്പൊ സഹിഷ്ണുവിനെ കുറിച്ചുള്ള എന്റെ വചനം, അയ്യോ, അപ്പൊ ഈ ബൈബിൾ ദൈവത്തിന്റെ വചനമല്ലേ? അതെ. അപ്പോൾ ഈ വചനത്തിന് പല ടൈപ്പ് വചനമുണ്ടോ? ഉണ്ട്. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക. അത് കുടിച്ചാൽ ചതിവ്, ദുഷ്ടത, വ്യാജഭാവം എല്ലാ നുണയും നീങ്ങിപ്പോവും. അപ്പൊ വേണ്ടാത്ത കുറെ ചരക്കുകളകത്തുണ്ട്, ഇതിനെ നീക്കിക്കളയുന്നതാണ് വചനം എന്ന മായമില്ലാത്ത പാൽ. അപ്പോൾ വചനം അത് കുട്ടികൾക്ക് കൊടുക്കുന്നതാ. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴും കട്ടിയായത് തരാൻ പ്രായമായിട്ടില്ല. എബ്രായർ പറഞ്ഞതാണ്. അത് കൊരിന്ത്യരോടും പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ശിശുക്കളാണ്. ശിശുക്കൾ വചനം കുടിക്കാൻ തുടങ്ങുന്നുള്ളൂ. അവർ പാല് പോലെ കുടിക്കുന്നേ. പാല് കുടിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ പോയി പാലും വെള്ളമായി. പാലും വെള്ളമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ അത് തനി വെള്ളമായി. പാലിന്റെ കളറുള്ള ഏതോ വെള്ളം. നോക്കൂ, ദയവ് ചെയ്ത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. 2, അത് കുടിച്ചാൽ മാത്രം പോരാ, ഇതിനപ്പുറത്ത് വചനത്തിന് പല തട്ടുണ്ട്. നിങ്ങളിതൊക്കെ അറിയണം. 1, ഇവിടെ വായിച്ചു സഹിഷ്ണുവിനെ കുറിച്ചുള്ള വചനം. അപ്പൊ ഇതിന്റെ ആദ്യപടിയാണ് വചനം എന്ന മായമില്ലാത്ത പാൽ. ഇനി എബ്രായ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യ വചനം എന്ന പേരിൽ 6 കൂട്ടം കാര്യങ്ങളെ പൗലോസ് വെച്ചിരിക്കുന്നു. അപ്പോൾ പാല്, 6 കൂട്ടം കാര്യങ്ങൾ. ഇനി നിങ്ങൾ അടുത്ത വാക്കോടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, കൃപയുടെ വചനം എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാം. കൃപയുടെ വചനം എന്ന വാക്ക് കാണാം. ഇനി അടുത്തൊരു പദം കാണാം, ജീവന്റെ വചനം എന്ന് കാണാം. അത് കൊലോസ്യ ലേഖനം വായിച്ചാൽ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കാണാം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ വചനത്തിനകത്തുള്ള ജീവൻ വെളിപ്പെട്ടു വരുമ്പോൾ ആ വചനം ജീവന്റെ വചനമായി മാറി. അപ്പൊ കൃപയുടെ വചനം എന്താ? അപ്പോസ്തലത്തിൽ വായിച്ചാൽ കൃപയുടെ വചനത്തെ ഞാൻ നിങ്ങളെ വരമേൽപ്പിക്കുന്നത് പോലെ പറയുന്നു. എന്താ കൃപയുടെ വചനം? ഇതെല്ലാം ഫലമാണോ? അല്ലെന്ന്. ഈ വചനത്തിൽ തന്നെയുള്ള വളർച്ച പ്രാപിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ആഴമേറിയ മേഖലകളാണ്. ഇതിനകത്ത് കൃപയുടെ വചനമുണ്ട്. കൃപ എന്ന് പറയാനേ പേടിയപ്പോ. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കില്ലാത്ത ജീവിതം പോലെ കുറെ ആൾക്കാരുടെ വ്യാഖ്യാനം. ഞാൻ ആൾക്കാർ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ അവൻ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ എന്തു തോന്നുന്നോ അവന് കിട്ടുന്ന ആ വെളിപ്പാട്. ഇതാണ് ഇപ്പോഴത്തെ കൃപ. എന്റെ പൊന്നുമക്കളെ, കൃപ അതല്ല. കൃപ നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്. കൃപ എന്ന് പറഞ്ഞാൽ നാം അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് അവനെ തന്നെ നമുക്ക് ദാനമായി ലഭ്യമായതാണ് കൃപ. അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. നമുക്ക് പാപത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല, വേണ്ടാത്ത പറയാൻ പറ്റുകയില്ല, വചനത്തിലില്ലാത്ത ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുകയില്ല. അയ്യോ, എവിടെ ചെന്ന് കിടക്കുന്നു? ഞാൻ തിരിച്ചു വരിക. ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കൃപ നമ്മെ ദൈവത്തോളം വളർത്തുന്നതാണ്. ക്രിസ്തു എന്ന തലയോളം നമ്മെ വളർത്തുന്നതാണ്. നോക്കൂ, അടുത്ത പദം നീതിയുടെ വചനം. എന്താ നീതിയുടെ വചനത്തിന്റെ പ്രത്യേകത? നീതിയുടെ വചനത്തിന്റെ പ്രത്യേകത ഇത് അഭ്യാസം വന്ന, തഴക്കത്താൽ അഭ്യാസം വന്ന അവയവങ്ങളുള്ളവർക്കാണ് നീതിയുടെ വചനം. അപ്പോ നീതിയുടെ വചനം ഭക്ഷിക്കണമെങ്കിൽ നിന്റെ അവയവങ്ങൾക്ക് മാറ്റം വരണം. ഇത് നിങ്ങൾക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കാണാം. ഇവിടെ പറയുന്നു സഹിഷ്ണുവിന്റെ വചനം. അപ്പൊ വചനത്തിന് പല മേഖലകളുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അതിനകത്ത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി കൈവിടുകയില്ല, സഹിക്കേണ്ട കാര്യമില്ല. അപ്പോൾ
നമ്മിൽ നിന്ന് സഹനം ആവശ്യപ്പെടാത്ത വചനങ്ങളുണ്ട്. ഇപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യും. ഇതാ ഞാൻ എനിക്ക് വേണ്ടി പുതിയതെന്ന് ചെയ്യുന്നു. എല്ലാവരും ആമേൻ പറയും. എന്നാൽ ആമേൻ പറയാൻ പറ്റാത്ത, നിന്നിൽ നിന്ന് അടുത്ത ചിലത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വരാൻ നമ്മെ പഠിപ്പിക്കുന്ന വചനമുണ്ട്. പൗലോസ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചു. എന്നിട്ട് അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. കഷ്ടങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ പ്രശംസിക്കാൻ പറ്റുമോ? അയ്യോ, കഷ്ടം വന്നാൽ ശാപമല്ലേ ഇപ്പോ? അങ്ങനെ ഇപ്പോഴത്തെ കുറെ പഠിപ്പിക്കലുകൾ. എന്റെ പൊന്നുമയ മക്കളെ, ബൈബിൾ പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കാര്യമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകും. വിളിച്ചു വരുത്തൊന്നും വേണ്ട. ഈ കഷ്ടം എന്ന് പറഞ്ഞാലേ നിങ്ങൾ രോഗിയാകണമെന്നോ കടഭാരം വന്ന് ചാവണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ. കഷ്ടം എന്ന് പറഞ്ഞാൽ തിലിസിസ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ കുക്കറിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് മൂടി കൊണ്ട് മൂടി അത് സ്റ്റൗവിന്റെ മേൽ വെച്ച് തീ കൊടുത്താൽ അതിനകത്ത് പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ നിറഞ്ഞു കഴിയുമ്പോൾ വിസിൽ കൂടെ പുറത്തേക്ക് വരും. ആ വരുന്ന വരവാണ് തിലിസിസ്, സമ്മർദ്ദം. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്താണോ അതാണ് കഷ്ടത. അല്ലാതെ രോഗം വന്ന് ചാവൊന്നും വേണ്ട. രോഗം വരുന്നത് അല്ല അവിടെ പറഞ്ഞ കാര്യം. അപ്പൊ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ഈ കഷ്ടത നിന്നിൽ ചേതന ഉളവാക്കും. ഇത് മനസ്സിലായോ? കഷ്ടം മാറിപ്പോകാൻ പ്രാർത്ഥിക്കില്ല. കാരണം എന്റെ അകത്ത് സിദ്ധത ഉണ്ടാക്കാൻ, സഹനം ഉണ്ടാക്കാൻ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കും. അപ്പൊ സഹിഷ്ണുത ഉണ്ടായി വരണമെങ്കിൽ ഞാൻ കഷ്ടങ്ങളിൽ പ്രശംസിക്കണം. അപ്പൊ കഷ്ടം വരുമ്പോൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കഷ്ടത്തെ കളയരുത്. പറ്റുമില്ല ചെയ്തു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ കഷ്ടതയിൽ നിന്നാണ് സഹിഷ്ണുത പുറത്തു വരുന്നത്. ഇവിടെ ഇവർ പറയാ സഹിഷ്ണുതയുടെ വചനം കാത്തു. മൂന്നാം കാര്യം, 4, അവർ നാമം നിക്ഷേപിക്കാത്ത സഭയാണ്. അവർ കർത്താവിന്റെ നാമം നിക്ഷേപിച്ചില്ല. നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പെർഗമോസ് സഭയ്ക്ക് ദൂതൻ എഴുതിയപ്പോൾ പറഞ്ഞു, നാമം മുറുകെ പിടിച്ചു. 2 സഭകളുടെ നാമത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. ഒരു സഭ നാമം നിക്ഷേപിച്ചില്ല, മറ്റൊരു സഭ നാമം മുറുകെ പിടിച്ചു. എപ്പോൾ? അന്തിപ്പാസിന്റെ കാലത്ത്, വിശ്വസ്തവാസനെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങളുടെ നാമം മുറുകെ പിടിച്ചു. അപ്പൊ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന അന്തിപ്പാസിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നപ്പോഴും നിങ്ങൾ എന്റെ നാമം മുറുകെ പിടിച്ചു. കർത്താവിനെ വിളിച്ചിട്ട്, കർത്താവിന്റെ പ്രകാരം പുറപ്പെട്ടിട്ട് കൂടെ നിന്നവൻ പെട്ടെന്ന് രക്തസാക്ഷിയെ മരിക്കുമ്പോഴും ഇവർ ഉറച്ചു നിന്നു. കാരണം അവൻ മരിക്കാതിരിക്കുന്നതല്ല, അവൻ ധനാഢ്യനാകുന്നതല്ല സുവിശേഷം. അവനോട് സമ്പന്നനായി ഏതോ ബിരാമിയെ പോലെ എല്ലാ അനുഗ്രഹങ്ങളോട് വാഴുന്നതല്ല അവർ കണ്ടെത്തിയ സുവിശേഷം. അവർ കണ്ടെത്തിയ സുവിശേഷം അവർ വിശ്വസിച്ചവന് വേണ്ടി ചങ്കിലെ ചോര, അവസാനത്തുള്ള ചോരയും ഊറ്റിക്കൊടുത്ത് മരിക്കുന്നതിൽ അവർ ബലശാലികളായിരുന്നു. രക്തസാക്ഷികളാകാൻ അവർ ഉറപ്പുള്ളവരായിരുന്നു, അവർ ബലമുള്ളവരായിരുന്നു. അന്തിപ്പാസ് മരിച്ച കാലത്തും അവർ ദൈവത്തിൽ ഉറച്ചു നിന്നു, നാമം മുറുകെ പിടിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ശക്തമേറിയ പീഡകളും പീഡനമുറകളും ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് ധൈര്യമുണ്ടോ? നമ്മുടെ അകത്ത് ഉറപ്പുണ്ടോ? അവന്റെ നാമം മുറുകെ പിടിക്കാൻ നമ്മുടെ അകത്ത് ധൈര്യമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഫിലഡൽഫിയ സഭയുടെ പറഞ്ഞ 4 പ്രധാനപ്പെട്ട ദൂതുകൾ. 1, പ്രവർത്തിക്കുന്ന സഭ, വചനം കാക്കുന്ന സഭ, സഹിഷ്ണുള്ള സഭ, നാമം നിഷേധിക്കാത്ത സഭ. പക്ഷേ അവർ പറയുക, ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു തൂണാക്കും. ഞാൻ അവൻ ഒരിക്കലും പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും
എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഇവിടെ അടുത്ത് നോക്ക്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രമിക്കൂ. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം ആ സഭയ്ക്കകത്ത് ആർക്കും ചെവിയില്ലേ? അപ്പൊ ചെവിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പറഞ്ഞേ? അപ്പൊ അതിന്റെ അർത്ഥം ഈ ചെവിയുടെ കാര്യമല്ല അത്. എടാ, നിന്റെ ആത്മാവിൽ ദൈവാത്മാ പറയുന്ന ആണുങ്ങൾ കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേട്ടോ. നീ പ്രവർത്തിച്ചാ പോരാ, വചനം കാത്താ പോരാ, സഹിഷ്ണുടെ വചനം കാത്താ പോരാ, നാമം നിക്ഷേപിക്കാൻ വരുന്ന പോരാ. നീ ജയിച്ചേ പറ്റൂ, നീ ജയാളിയായേ പറ്റൂ. പിശാചിനോട്, ലോകത്തോട്, പാപത്തോട്, ജഗത്തോട് നീ ജയാളിയായേ പറ്റൂ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കും. ജയിക്കുന്നവനെയാണ് ആലയത്തിന്റെ തൂണാക്കുന്നത്. അപ്പോൾ ഇതുവരെ കേട്ട കാര്യം എന്താ? ഇതുവരെ കേട്ട കാര്യം സഹിഷ്ണുടെ വചനം കാത്തു. സഹിഷ്ണുടെ വചനം കാത്തപ്പോൾ ഇവൻ സഹിക്കല്ലേ ചെയ്തേ? നിങ്ങൾ അങ്ങനെ സഹിഷ്ണുടെ വചനം കാക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളായിരിക്കുന്ന സഭയിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഈ വചനം നിങ്ങളകത്ത് കയറാൻ തുടങ്ങിയാൽ നിങ്ങൾ സഹിക്കുന്നവരായി മാറും. നിങ്ങൾ സഹിക്കുന്നവരായി മാറിയാൽ അല്പം കഴിയുമ്പോൾ അവൻ നിങ്ങളെ തൂണാക്കും. എവിടത്തെ തൂണ്? സഭയുടെ തൂണാക്കും, ആലയത്തിന്റെ തൂണാക്കും. 1-ാം നൂറ്റാണ്ടിൽ ആലയത്തിന് തൂണുകൾ ഉണ്ടായിരുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തൂണുകളായി എണ്ണപ്പെട്ടവരാണ് 3 പേര്. അതിനകത്തെ യോഹന്നാനാണ് സമാപനത്തിൽ മരിക്കുന്നവൻ. ആ തൂണായ യോഹന്നാൻ സഭയിലെ വിശുദ്ധന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, ജയിക്കുന്നവരെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കും. അപ്പോൾ യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ തൂണായിരുന്നു. അപ്പൊ ആരാ സഭയുടെ തൂണാകുന്നത്? ജയിക്കുന്നവനെ തൂണാകുന്നത്. ജയിക്കുന്നവന്റെ പേരല്ലേ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാത്തത്? അതെ, തോറ്റവന്റെ പേര് മായ്ച്ചു കളയും. അർത്ഥാൽ നീ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നോ, നീ ജയിച്ചേ പറ്റൂ. മനസ്സിനകത്തുള്ള മുറിവുകളെയും, ഇച്ഛയ്ക്കകത്തുള്ള മുറിവുകളെയും, വികാരത്തുള്ള മുറിവുകളെയും, നിന്റെ കുടുംബത്തെയും, പിശാചിനെയും, പാപത്തെയും, ജഡത്തെയും എല്ലാറ്റിനെയും ജയിച്ച് നീ ജയാളിയായേ പറ്റൂ. കാരണം നിന്നെ ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കണം. നിന്റെ പേരവന് മാറ്റണം. നിന്റെ മേൽ ചില പേരുകൾ അവൻ എഴുതണം. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണമെങ്കിൽ നീ ജയിച്ചേ പറ്റൂ. ജയിക്കാനായിട്ടാണ് നീ ജനിച്ചതെന്ന് അറിയണം. ബൈബിൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ നീ ജനിച്ചത് എങ്ങനെയാ? നീ ജനിച്ചത് ദൈവത്തിനല്ലേ? എങ്ങനെ? ദൈവത്തിന്റെ വചനത്താൽ, പുരുഷന്റെ ഇഷ്ടത്താൽ അല്ല, ദൈവത്തിന്റെ വചനത്താൽ തന്നെയല്ല നീ വേണ്ടി ജനിച്ചത്. 1 യോഹന്നാൻ 5:4-5 പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ നിനക്ക് ലോകത്തെ ജയിക്കാം. നമ്മുടെ കർത്താവ് പാപത്തെ ജയിച്ചു. നിനക്ക് പാപത്തെ ജയിക്കാം, നിനക്ക് ജഡത്തെ ജയിക്കാം. അപ്പൊ ഇങ്ങനെ ജയിക്കാൻ എന്തിനാൽ കഴിയും? നിനക്ക് വിശ്വാസത്താൽ കഴിയും. ആ ജയിച്ച ജയാളിയാണ് നിന്റെ അകത്തിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഇങ്ങനെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവമുണ്ട്. ജയത്തിന്റെ ഉത്സവത്തോടെ നിന്നെ നടത്തുന്ന ദൈവമുണ്ട്. നിനക്ക് ജയിക്കാമെന്നേ. ആരെ പറഞ്ഞേ നിന്റെ ജീവിതം പരാജയമാണെന്നും? ആരെ പറഞ്ഞ് നീ ജയിക്കില്ലെന്ന്? ആരെ പറഞ്ഞേ നീ ഇങ്ങനെ നശിക്കുമെന്ന്? നടക്കില്ല. ക്രിസ്തുവിനെ നീ കണ്ടോ? കണ്ടില്ലെങ്കിൽ ഇന്ന് പകൽ കണ്ടോ? നിന്നെ ജയിപ്പിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ഭവനം അത് ജയഘോഷമുള്ള ഭവനമായി മാറും. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ നീ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നീതിമാനായി മാറിയാൽ നിന്റെ ഭവനത്തിനകത്ത് ജയത്തിന്റെ ഘോഷം ആരംഭിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് മേഖലയിൽ പരാജയപ്പെട്ട് കിടന്നാൽ, എത്ര വർഷമായി തോറ്റവനാണെങ്കിലും, തോറ്റ് നാടൻ ഭാഷ പറഞ്ഞാൽ തുന്നം പാടി കിടക്കുന്നവനാണെങ്കിലും, എന്നെ ഈസിയായി ജയിപ്പിക്കാൻ ജയാളിയായ കർത്താവ്, ജയവീരനായ കർത്താവ് നിന്നെ നോക്കിയിരിക്കുന്നു. നീയൊന്ന് സന്നദ്ധതയോടെ സമർപ്പിക്കാമോ? നിനക്ക് അവനെ വേണമെന്ന് പറയാമോ? കർത്താവേ, ഞാനൊരു ജയജീവിതം ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കാം. ഞാൻ മാനസാന്തരത്തോടെ നിന്നിലേക്ക് തിരിയാം എന്നൊരു തീരുമാനത്തിലേക്ക് നീ വരാമെങ്കിൽ
നിന്നെ ജയിപ്പിക്കാൻ ജയാളിയായവൻ നിന്റെ അകത്തേക്ക് വരുന്നു. ബൈബിൾ പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തുണ്ട്. അവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ജയാളി തന്നെയാണ്. നീ ജയവീരനായി മാറും. ജയിക്കുന്നവന് പുതിയ പേര് കൊടുക്കും. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മണ്ണ് കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. നമുക്ക് അടുത്തയാഴ്ച അത് ധ്യാനിക്കണം. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മണ്ണ് കൊടുക്കുവോ? അതെന്താ മറഞ്ഞിരിക്കുന്ന മന്ന? നമുക്കത് ആരായണം. അതെ, ജയജീവിതം ഈ ഭൂമിയിലുണ്ട്. അവരെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ജയജീവിതത്തിനായി അങ്ങയുടെ മക്കളെ കർത്താവെ അങ്ങ് സഹായിക്കണമേ. ജീവിതം പരാജയമാണെന്നും ഒരിക്കൽ പോലും ജയജീവിതം സാധ്യമല്ലെന്ന് ചിന്തിച്ച് പല തലത്തിൽ, പല നിലവാരത്തിൽ, പല മേഖലകളിൽ കെട്ടപ്പെട്ട് പലവരും അടിമകളായി ജീവിതത്തെ ഒരു വിരക്തിയിൽ കൊണ്ടുനടക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വെളിപ്പെട്ടു വരുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം ചലിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. അവരെ മുന്നോട്ട് വിടുന്ന കെട്ടുവെച്ച കെട്ടുകൾ ഇന്നു മുതൽ പൊട്ടട്ടെ കർത്താവേ. സ്വർഗ്ഗം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ മേഖലയിൽ ഇവരെ കർത്താവ് പണിപെടുക്കണമേ കർത്താവ്. ഒരു ജയജീവിതം അങ്ങ് ഇവരുടെ മേൽ പകരണമേ കർത്താവേ. അവനായിട്ടൊരു ആഗ്രഹവും പ്രാർത്ഥനയും വിശപ്പും അങ്ങയുടെ മക്കളുടെ അകത്ത് കൊടുക്കണമേ കർത്താവ്. ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലിംഗുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്തും നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ലോകവ്യാപകമായി പുതിയ നിയമവെളിപ്പാടുകൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദ മീഡിയ മിനിസ്ട്രിക്ക് സാമ്പത്തിക ചെലവുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിൽ പങ്കാളികളാകാം. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. പുതിയ വെളിപ്പാടുകൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:45 മുതൽ 10 വരെ തൃശ്ശൂർ ശക്തനിൽ വെച്ചും 9 മുതൽ 12 വരെ കുന്നംകുളത്തും പുതുക്കാട് വെച്ചും ആരാധനയും വിടുവ ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തയാഴ്ച ഇതേ ചാനൽ ഇതേ സമയത്ത് നമുക്ക് കാണാം. വീണ്ടും കാണുമ്പോൾ കർത്താവിന്റെ ചിറകിന് മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് ഷാലോ പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ 2008 മുതൽ തൃശ്ശൂർ ശക്തനിൽ നടത്തപ്പെട്ടു വരുന്ന ജീവശബ്ദം എന്ന സുവിശേഷ യോഗം ഈ വർഷവും രണ്ടാമതൊരിക്കൽ കൂടെ നടത്തപ്പെടുന്നു. 2017 ഒക്ടോബർ മാസം 15-ാം തീയതി ഞായറാഴ്ച മുതൽ 22-ാം തീയതി ഞായറാഴ്ച വരെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് പകലും രാത്രിയുമായി നടത്തപ്പെടുന്നു. കർത്താവ് ലോകരാജ്യങ്ങൾ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോടൊപ്പം ഞാനും കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ.